ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ബീഫ് കറിയാണ് കേട്ടോ. പക്ഷേ ഞാൻ റെസിപ്പി ഒന്നും പറയുന്നില്ല, ഇൻഗ്രീഡിയൻസ് ഒന്നും വൺ ബൈ വൺ ആയിട്ട് പറയുന്നില്ല. ഇത് നമുക്ക് കുറച്ച് തിക്കായിട്ട് എന്നാൽ ഗ്രേവിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ചാറോട് കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, പുട്ടിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് ചാറോട് കൂടിയിട്ടുള്ളൊരു ബീഫ് കറി. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കാറുണ്ടെങ്കിൽ പോലും ഇന്ന് ഞാൻ അങ്ങനെ നല്ല ട്രൈ ചെയ്തേക്കണം, എൻ്റെ രീതിയിലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എനിക്കൊരു ടിപ്പ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുക്കറിൽ നമ്മൾ സാധാരണ എല്ലാ സാധനങ്ങളും ഇട്ട് വേവിക്കാറുണ്ട്. പക്ഷേ ഈവൻ ചോറടക്കം നമ്മൾ വേവിക്കാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് വിസിലടിച്ച് വെള്ളമൊക്കെ ഒരുപാട് പോയി എന്താ പറയുക, ആകെ വൃത്തികേടായി പോകും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ സ്പൂണ് ആ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് വിസിലടിപ്പിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ബീഫ് കറി ട്രൈ ചെയ്ത് നോക്കണേ.